ഹായ് എല്ലാവർക്കും സനറ്റ്സ് റീസണിംഗ് ക്ലാസ്സസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാണ്. ഓക്കെ, ആൽഫബറ്റിലെ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാണ്. ഒരു കോഡിംഗ് ഡീകോഡിങ്ങിലെ ഒരു പ്രോബ്ലം. ഇത് നമ്മൾ കോഡിംഗ് ഡീകോഡിംഗ് എടുക്കുമ്പോൾ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്നാൽ പോലും നമുക്ക് ഈ ഒരു ആൽഫബറ്റ് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പോർഷൻ ജസ്റ്റ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രോബ്ലം ഇതാണ്. ഇൻ എ സർട്ടൻ കോഡ് എർത്ത് ഈസ് റിട്ടൺ ആസ് FZSSI, then which word will be coded as XZUDS? Option A water, option B verbs, ഓപ്ഷൻ സി വേവർ, ഓപ്ഷൻ ഡി YXVET. അപ്പോൾ ഒരു കോഡ്, ഓക്കെ, കോഡ് എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും എല്ലാവർക്കും മനസ്സിലാകാത്ത പ്രത്യേക തരത്തിൽ നമ്മൾ കൈമാറുന്ന ചില ഭാഷകളെയാണ്, അത്തരത്തിലുള്ള ചില ഭാഷകളാണ് എന്ത്, കോഡുകൾ എന്ന് പറയുന്നത്, അല്ലേ? ഓക്കെ, അതിൻ്റെ യഥാർത്ഥ മലയാളം എന്ന് പറയുന്നത് ഗുപ്ത ഭാഷ എന്നാണ്. ആ കോഡിനെ പൊളിച്ച് കൃത്യമായിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്, അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കി എടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഡീകോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എർത്ത് എന്ന് പറയുന്ന വാക്കിന്റെ കോഡാണ് FZSSI. എന്നാൽ ഏത് വാക്കിന്റെ കോഡാണ് XZUDS എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ജസ്റ്റ് എർത്ത് ഒന്ന് എഴുതാം. നമ്മൾ എർത്ത് എഴുതി ജസ്റ്റ് ഒരു സ്പേസ് കൊടുത്തു. അതിനുശേഷം നമ്മൾ അതിൻ്റെ പൊസിഷനിലേക്ക് കിടക്കുകയാണ്. E5 A1 R18 T20 H8. നമ്മൾ കൃത്യമായിട്ട് ആൽഫബറ്റിൻ്റെ പൊസിഷൻസ് എല്ലാം നമ്മൾ പഠിച്ചതാണ്. അതിനകത്ത് നമ്മൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞതാണ്. ഇനി നമുക്ക് എർത്തിൻ്റെ കോഡ് എന്താണ്, FZSSI അല്ലേ? ഓക്കെ, അതൊന്ന് എഴുതാം. FZSSI. ആ ലെറ്റേഴ്സിന്റെ പൊസിഷൻസ് ഒന്ന് നോക്കാം. F6, Z26, S19, അഗെയിൻ S റിപ്പീറ്റ് ആകുന്നു, I9. ഓക്കെ, ഇനി എങ്ങനെയാണ് കണക്ഷൻ എന്നുള്ളത് നോക്കാം ഇവിടെ. ഓക്കെ, എർത്തിന്റെ കോഡാണ് കേട്ടോ FZSSI എന്ന് പറയുന്നത്. എർത്തിന്റെ കോഡാണ്. എങ്ങനെയാണ് കണക്ഷൻ എന്നുള്ളത് നോക്കാം. E എന്ന് പറയുന്നത് 5ാമത്തെ ലെറ്റർ, F എന്ന് പറയുന്ന 6ാമത്തെ ലെറ്റർ. അപ്പൊ എത്ര കൂടി? 1 കൂടി അവിടെ, +1. ഓക്കെ, E എന്ന് പറയുന്നത് 5ാമത്തെ ലെറ്റർ, F എന്ന് പറയുന്നത് 6ാമത്തെ ലെറ്റർ, 1 കൂടി. ഇനി A എന്ന് പറയുന്നത് 1ാമത്തെ ലെറ്റർ, Z എന്ന് പറയുന്നത് 26th ലെറ്റർ. അപ്പൊ പിറകോട്ട് എടുക്കുക. ഓക്കെ, പിറകോട്ട് എടുക്കുക. അതായത് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ABC എന്ന് പറയുന്ന ഒരു പാറ്റേൺ ഇങ്ങനെ തുടങ്ങി വെച്ചു എന്ന് വിചാരിക്കൂ. വേറൊരു പാറ്റേൺ ഇങ്ങനെ അവസാനിക്കാന്ന് വിചാരിക്കുക, XYZW ഇങ്ങനെ അവസാനിച്ചിട്ട് അടുത്തൊരു പാറ്റേൺ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എയിൽ നിന്നും 1 കുറഞ്ഞാൽ, മൈനസ് ചെയ്താൽ പ്രീവിയസ്ലി ഒരു പാറ്റേണിൻ്റെ അകത്ത് വരുന്ന ഏതാണ്, Z ആയിരിക്കും. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കണം. ഓക്കെ, എയിൽ നിന്ന് 1 കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുമ്പ് ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു, A മുതൽ Z വരെ ഉണ്ടായിരുന്നു എന്നാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എയിൽ നിന്നും എന്ത് ചെയ്യാം, 1 മൈനസ് ചെയ്യാം. ഓക്കെ, എയിൽ നിന്ന് 1 മൈനസ് ചെയ്യാം, -1 പ്രീവിയസ് പാറ്റേണിലേക്ക് പോയി, Z26. അഗെയിൻ R18 S19. ഓക്കെ, 18ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 19. അവിടെ നമ്മൾ എന്ത് ചെയ്തു, +1, 1 നമ്മൾ ആഡ് ചെയ്തു. 18 + 1 19. ഇനി 20 T20 താഴെ അഗെയിൻ S19 ആണ്. അപ്പൊ എന്ത് ചെയ്തു, 1 കുറച്ചു, -1. ഓക്കെ, -1 T20 S19 -1, 1 എന്ത് ചെയ്തു, നമ്മൾ കുറച്ചു. ഇനി അഗെയിൻ H8 I9 എന്ത് ചെയ്തു, നമ്മൾ 1 കൂട്ടി. 8 + 1 = 9. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 1 കൂട്ടി. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് +1 -1 +1 -1 അങ്ങനെ +1, അങ്ങനെയാണ് ഈ 5 ലെറ്റേഴ്സും പോകുന്നത്. ഇതാണ് കോഡ്. ഇങ്ങനെയാണ് കോഡ് രൂപപ്പെട്ടത്. എർത്തിന് FZSSI എന്ന് പറയുന്ന കോഡ് രൂപപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇനി ഇവിടെ കോഡാണ് തന്നിരിക്കുന്നത് XZUDS എന്ന് പറയുന്നത്
കോഡാണ് തന്നിരിക്കുന്നത്. അപ്പോ ആ കോഡിന് അനുയോജിച്ച വാക്ക് ഏതാണ്? അപ്പൊ ഈ കോഡിന്റെ ലെറ്റേഴ്സിന്റെ പൊസിഷൻ നമുക്കൊന്ന് നോക്കാം. X24, Z26, U21, D4, S19. ഓക്കെ, 5 ലെറ്ററിന്റെ പൊസിഷൻസ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ആദ്യം +1 പിന്നെ -1 പിന്നെ +1 പിന്നെ -1 പിന്നെ +1 ആ രീതിയിൽ വരണല്ലോ. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുത്തു. ഓക്കെ, എന്താണോ എർത്ത് FZSSI ആയത് അതുപോലെ നമുക്ക് കാണാനുള്ള വേർഡ് എന്തായി മാറണം? XZUDS ആയി മാറണം. ഓക്കെ, അതെങ്ങനെയാണ് മാറിയത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, നിങ്ങൾ ഏതോ ഒരു വേർഡ് ഏതോ ഒരു പൊസിഷനിൽ നിന്നും +1 കൂട്ടിയപ്പോൾ, ഓക്കെ, ഇവിടെ ആ ഒരു സംഭവം വേണം ഇവിടെ. ഓക്കെ, ഇവിടെ അത് വേണം. അതിനോട് +1 കൂട്ടിയപ്പോൾ 24 ആയി. ഓക്കെ, 24 ആയി. മേലുള്ളതിനോടല്ലേ, നോക്കൂ നിങ്ങൾ, ഈ 5 + 1 6 കണ്ടോ, 5 + 1 6. അതേപോലെ ഈ പൊസിഷനിൽ നിൽക്കുന്നത് എന്താണോ അതിൻ്റെ കൂടെ +1 ചേർത്തപ്പോൾ 24 ആയെങ്കിൽ ആ പൊസിഷനിൽ ആര് നിൽക്കണം? 23 നിൽക്കണം. 23യോട് 1 കൂട്ടുമ്പോഴല്ലേ 24 വരിക. നോക്കൂ നിങ്ങൾ, മുകളിൽ 23, ഇപ്പൊ നോക്കൂ കൃത്യമായില്ലേ? 23 + 1 24, 23 + 1 24. അപ്പൊ 23rd ലെറ്റർ ഏതാ? 23rd ലെറ്റർ W. ഓക്കെ, 23rd ലെറ്റർ ഏതാണ്? 23rd ലെറ്റർ W. ഇപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ ഡി നമുക്ക് കട്ട് ചെയ്യാം. കാരണം അവിടെ Y എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ഡി എന്ത് ചെയ്യാം? നമുക്ക് കട്ട് ചെയ്യാം. ഇനി നിങ്ങൾ നോക്കൂ, അടുത്തത് Z അല്ലേ, 26 -1 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ മുകളിലുള്ള വേർഡിൽ നിന്നും, അതായത് ഈ പാറ്റേണിലേക്ക് നോക്കൂ, നിങ്ങൾ ഇവിടെയുള്ള പാറ്റേണിലേക്ക് നോക്കൂ. ഈ എയിൽ നിന്നും 1 കുറച്ചപ്പോഴാണ് 26 ആയത്. പ്രീവിയസ് പാറ്റേണിലേക്ക് പോയി എയിൽ നിന്ന് 1 കുറച്ചു. അപ്പോ ഇവിടെ വരേണ്ടതിൽ നിന്നും 1 കുറച്ചാൽ ഇവിടെ കിട്ടണം. ഓക്കെ, 1 കുറച്ചാൽ ഇവിടെ കിട്ടണം. അപ്പൊ ഏത് തന്നെ വരണം? ഇവിടെ 26 സെയിം തന്നെ. നോക്കൂ, ഇവിടെ നിന്ന് 1 കുറച്ചപ്പോൾ 26 ആണെങ്കിൽ ഇവിടെ എന്ത് തന്നെ വരണം? 1 തന്നെ വരണം. ഓക്കെ, 1 തന്നെ വരണം. 1 ഏതാണ്? എ. സെയിം, എർത്തിന്റെ രണ്ടാമത്തെ ലെറ്റർ എ ആണ്. അതേപോലെ 1. ഓക്കെ, അതിൻ്റെ അകത്ത് -1 വരുന്ന സമയത്ത് 1 കുറയ്ക്കുന്ന സമയത്ത് പ്രീവിയസിലേക്ക് പോകും. അപ്പൊ അതേപോലെ തന്നെ ZN അല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ZN ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സെയിം. അപ്പോ WA. ഓക്കെ, WA നമുക്കൊന്നും തന്നെ എന്ത് ചെയ്യാനില്ല? എലിമിനേറ്റ് ചെയ്യാനില്ല. ഓപ്ഷൻ എയിലും ബിയിലും സിയിലും ഒക്കെ WA തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി മുകളിലുള്ളതിനോട് അടുത്ത് നോക്കൂ, ഈ ഒരു പോർഷൻ നോക്കൂ. 6 18ാമത്തെ ലെറ്റർ, അതിനോട് 1 കൂട്ടിയപ്പോൾ 19ാമത്തെ ലെറ്റർ ആയി. ഓക്കെ, 19ാമത്തെ ലെറ്റർ ആയി. അപ്പൊ ഈ മുകളിൽ വരുന്നത് എന്തോ ഇതിനോട് 1 കൂട്ടുമ്പോൾ 21 കിട്ടണമെങ്കിൽ മുകളിൽ എത്ര വരണം? 20 വരണ്ടേ? 20 + 1 അല്ലേ 21. 20 + 1 21. 20th ലെറ്റർ ഏതാ? T. 20th ലെറ്റർ ഏതാ? T. ഇപ്പൊ തന്നെ ആൻസർ ആയി. ഓപ്ഷൻ എ വാട്ടർ ആണ് വരേണ്ടത്. കാരണം WAT കിട്ടിക്കഴിഞ്ഞാൽ നൺ ഓഫ് ദീസ് ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് WATയിൽ തുടങ്ങുന്ന വേർഡ്സ് ഒന്നും തന്നെ ഇവിടെ ഇല്ല. അപ്പോ വാട്ടർ ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് നോക്കാം. ഏതോ ഒരു ലെറ്ററിൽ നിന്നും, ഓക്കെ, ഇവിടെ നോക്കൂ നിങ്ങൾ, ഏതോ ഒരു ലെറ്ററിൽ നിന്നും -1 ചെയ്തപ്പോൾ 1 കുറച്ചപ്പോൾ D ആയെങ്കിൽ ഇവിടെ വരേണ്ട ലെറ്റർ 5 അല്ലേ? 5ൽ നിന്ന് -1 കുറയ്ക്കുമ്പോഴല്ലേ 4, അല്ലെങ്കിൽ 5ൽ നിന്ന് 1 കുറച്ചാലല്ലേ 4. അപ്പോ കൃത്യമായിട്ട് 5ാമത്തെ ലെറ്റർ ഏതാ? E അല്ലേ? ഇയിൽ നിന്നും 1 കുറച്ചാൽ, അതായത് 5th ലെറ്ററിൽ നിന്ന് 1 കുറച്ചാൽ 4, അല്ലെങ്കിൽ ഇയിൽ നിന്നും 1 പോയാൽ D. ഇയിൽ നിന്നും 1 പോയാൽ D. ഇനി ലാസ്റ്റത്തെ നോക്കൂ, ഏതോ ഒരു ലെറ്ററിനോട് 1 കൂട്ടിക്കഴിഞ്ഞാൽ 19. ഏതോ ഒരു ലെറ്ററിനോട് 1 കൂട്ടിക്കഴിഞ്ഞാൽ 19. അത് ഇവിടെ കൃത്യമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. ഏതോ ഒരു ലെറ്ററിനോട് 1 കൂട്ടിക്കഴിഞ്ഞാൽ 19th ലെറ്റർ. ഓക്കെ, അപ്പൊ ഏതായിരിക്കും ആ ലെറ്റർ? 6 ആവണം ആ ലെറ്റർ. ഓക്കെ, അതായത് 6 18, 18നോട് 1 കൂട്ടുമ്പോൾ 19 കിട്ടണം. 18ാമത്തെ ലെറ്റർ 6, വാട്ടർ. അപ്പൊ കൃത്യമായിട്ട് ഓപ്ഷൻ എ നമുക്ക് കിട്ടി. ഏതാണ് ആൻസർ? വാട്ടർ. അപ്പോ എർത്തിന്റെ കോഡ് FZSSI ആണെങ്കിൽ XZUDS എന്ന് പറയുന്ന കോഡ് ഏത് വേർഡിന്റെ കോഡാണ്? അത് വാട്ടർ എന്ന് പറയുന്ന വേർഡിന്റെ കോഡാണ്. ഓക്കെ, അപ്പൊ നമ്മളെ ആൻസർ ഏതാണ്? വാട്ടർ ആണ്. അപ്പൊ ഇത് കോഡിംഗ് ഡീകോഡിംഗിൽ ഒരു ആൽഫബറ്റിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.